ഇന്ന് മീനമാസം 1-ാം തീയതി രാവിലെ നാസർ മാമ മീനുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നെന്താന്ന് പറഞ്ഞാൽ 1-ാം തീയതി ആണ്ടായിരിക്കും, നേരത്തെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണി കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നാസറിനെ തന്നെയാണ്. അപ്പം രാവിലെ അമ്മ കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തുവാ കുറച്ച് മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമില്ല. നാസർ മാമൻ പിന്നെ ഒന്നും തരത്തില്ല നമുക്ക് വീട്ടിലവിടെ കൊണ്ടുവരുമ്പം കേട്ടോ. പിന്നെ 50 രൂപയുടെ കരിച്ചാളയും ചൂടയും എല്ലാം കൂടെ മിക്സ് മീനായിട്ട് 50 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. നാസർ നമുക്ക് കറക്റ്റായിട്ടുള്ള മീൻ തരും, പക്ഷേ നമ്മളത് പിണങ്ങി മേടിക്കണം. അതൊരു ശീലമായിപ്പോയി. എത്ര നാസർ ഇട്ട് തന്നാൽ ഇത് എന്ത് പടി ഒന്നുമില്ലല്ലോ, ഇങ്ങോട്ട് ഇട്, മീൻ ഇങ്ങോട്ട് ഇടുന്നും പറഞ്ഞ്. അതാണ് നാസറിനും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം കേട്ടോ. വർഷങ്ങളായിട്ടുള്ള ശീലം അതായിപ്പോയി. പിന്നെ ഇവിടെ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാസറിനെ കാണുമ്പോൾ എന്നാണ്ട് മിക്കും കുടുംബക്കാരും പനങ്ങാറില്ല. മറ്റേത് നാസറിൻ്റെ തലയും കൊണ്ടേ പോത്തുള്ളായിരുന്നു, പോകുന്നത് വരെ ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ആ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നാസറിനും ഭയങ്കര പേടിയായിരുന്നു ഇവരെ. അങ്ങനെ പത്രക്കാരനെ കണ്ടാലും നാസറിനെ കണ്ടാലും ഇപ്പോൾ അനങ്ങാറില്ല കേട്ടോ. അവർക്ക് ഉമ്മുമ്മയും കൊണ്ട് വരുന്ന മാമനാന്നവർക്ക് മനസ്സിലായി കാണാം. അതായിരിക്കും ഇപ്പം വെറുതെ വിട്ടേക്കുന്നത്. പിന്നെ ഇന്നത്തെ ദിവസത്തെ ഇവിടുത്തെ ഈ ആൽത്തറമുടലെ പൂജയും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ വകയാണ് കേട്ടോ. അപ്പം രാവിലെ വായനയും കാര്യങ്ങളും ഒക്കെയുണ്ട്. വൈകുന്നേരം പായസ സദ്യ, ദീപാരാധന, കമ്പമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വൈകുന്നേരം വരാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ ഞാനും പിള്ളേരോടൊന്ന് വന്നതാണ്. ഇന്ന് ലച്ചുവിന് ട്യൂഷനുണ്ട് കേട്ടോ. മാത്സിന് ട്യൂഷനും വൈകുന്നേരമാണ്. എന്നും രാവിലെയാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, വൈകുന്നേരമാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 6 മണി 6:30 വരെ കാണും. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് രാവിലെ വന്നിച്ചൊന്ന് പോകാമെന്ന് വിചാരിച്ചത്. കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടോ, വായനയൊക്കെ കേട്ടുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഒരു 8-8 കഴിഞ്ഞാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ കഴിഞ്ഞെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ വീട്ടിലൊന്ന് കയറി കേട്ടോ. അവിടെ ഇട്ട് വന്നിട്ടും കുറേ നാളായിരുന്നു. മറ്റേ റബ്ബർ വെട്ടൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. ഇപ്പോൾ റബ്ബർ വെട്ടൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ 2-3 മാസമായല്ലോ. ഇനിയിപ്പം മഴയൊക്കെ ഇനിയിപ്പം കുറച്ച് സീസണായിട്ടല്ലേ തുടങ്ങത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അവിടെ എല്ലാം നോക്കി. പിന്നെ കമ്പിളി നാരങ്ങ ഞാൻ നോട്ട് വിട്ടിച്ചിരുന്ന കമ്പിളി നാരങ്ങയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും പിച്ചാൻ പറ്റത്തില്ല, നല്ല മഞ്ഞ കളർ നിൽക്കുമായിരുന്നു. എന്തോ ചെയ്യാനാണ്. പിന്നെ ഞാൻ അവിടെ നോട്ട് വിട്ട് വെച്ചിരുന്ന കടച്ചൊക്കെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കാണിച്ചു തന്നു. അതൊക്കെ പോയി. അത് പിന്നെ അങ്ങനെ നിൽക്കത്തില്ലല്ലോ, വല്ലപ്പോഴൊക്കെ വന്നാൽ പിന്നെ ആരെങ്കിലും കൊണ്ടുപോകത്തില്ലേ ഇത്. എന്തുവായാലും കുറേ നേരം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന്. അവിടെ ആരും ഇല്ലായിരുന്നു, അവിടെ താമസക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഹൈസ്കൂളാണ്. അപ്പം പിള്ളേർ നിർബന്ധം പിടിക്കുകയായിരുന്നു അവിടെയും കൂടെ പോയിട്ടൊക്കെ പോകാമെന്നും പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് വിശക്കുന്ന, രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. നമ്മൾ ഈ രാവിലെയൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മളൊന്നും കഴിക്കാതെ പോകുന്നത് കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ടേ പോകത്തുള്ളൂ, പിന്നെ വന്നിട്ടൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. പിന്നെ ഏതമ്പലത്തിൽ പോയാലും നമ്മൾ അങ്ങനെയൊന്നും കഴിക്കാതെ പോകുന്നത്. തന്നെയല്ല, നാളെ ആഷ്മിക്ക് പരീക്ഷ തുടങ്ങുകയാണ്, ഫൈനൽ എക്സാം തുടങ്ങുകയാണ്. പഠിക്കാനും ഉണ്ട്. അപ്പം ക്ലാസ്സിൽ ഇപ്പോൾ ഏകദേശം 1 മാസമായിട്ട് റിവിഷനാണ് കേട്ടോ. റിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാം പഠിച്ചു വെച്ചിരിക്കുവാന്നാണ് പറയുന്നത്. എന്നാലും എല്ലാം ഒന്നും നോക്കണ്ടായി. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന കട കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു വരക്കും കൂടെ വരണ്ടല്ലോ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയായിട്ട് അത്യാവശ്യം ചില സാധനങ്ങൾ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാർക്ക് സ്കൂളുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു മടിയാട്ടോ. പിള്ളേരുണ്ടെങ്കിൽ അവളുമാർ സാധനമൊക്കെ പറക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയല്ല. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിനൊന്നും പോകുന്നത് ഇഷ്ടമല്ല. ഇവിടെ വരുമ്പോൾ അവളുമാർക്ക് ഇഷ്ടമുള്ള ഓരോന്നൊക്കെ ഇങ്ങനെ നുള്ളി പറക്കി എടുക്കുന്നത് കാണുമ്പോൾ ഞാനിങ്ങനെ പറയും, ഇനി അടുത്ത പ്രാവശ്യം ഇതിന് വരുന്ന സാധനം വാങ്ങാൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുവരത്തില്ല, നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തേ വരത്തുള്ളൂ എന്നൊക്കെ കേട്ടോ. പക്ഷേ എന്നെയും കൊണ്ട് നടക്കത്തില്ല, അതാണ് സത്യം. ഒരാഴ്ചയായിട്ടേ ഒരുങ്ങി ഇരിക്കുമായിരുന്നു, എപ്പോഴെങ്കിലും സ്കൂൾ വിട്ട് വൈകുന്നേരം വരാനും ഒക്കെ ആയിട്ട് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചതാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ഇല്ലയോ, പിന്നെ വൈകുന്നേരം അങ്ങനെ വരാമെന്ന്. പിന്നെ വെച്ച് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ മടിക്കും. വൈകുന്നേരം ട്യൂഷന് പോകണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ട് തിരിയാമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങ് മടിക്കും. എന്തായാലും മെനക്കെട്ട് ഇറങ്ങി. എന്നാൽ പിന്നെ ഇതുകൂടെ അങ്ങ് സഹായിച്ചേച്ച് പോകാമെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊരു പുതിയതരം സോപ്പാട്ടോ. സോപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്തുവാന്ന് ആർക്കാരെയും കൊള്ളാമോന്നൊന്നും അറിയത്തില്ല. അതാണ് ഇതിനൊക്കെയാണ് ആഷ്മി വരുന്നത് കേട്ടോ. ഇതേപോലെ ഒരു പാക്കറ്റ് അങ്ങോട്ട് എടുക്കും, അത് ഒറ്റ ദിവസം കൊണ്ടങ്ങ് തീർക്കും. ഇതൊക്കെയാണ് നമുക്ക് ദേഷ്യം കയറി വരുന്നത്. അതും ഞാൻ കാണാതാണ് മിക്ക സാധനങ്ങളും എടുക്കുന്നത് കേട്ടോ. ഈ ട്രോളിങ് കൊണ്ട് നടക്കുന്നത് അവരല്ലേ. അപ്പം നമ്മൾ ഈ ഓരോന്ന് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറക്കിയിടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കയറ്റിയിടും. അല്ല, ബില്ലടിക്കാൻ നേരമായിരിക്കും നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ബില്ലടിച്ച് കഴിഞ്ഞിട്ടുമായിരിക്കും ഞാൻ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ആഷ്മി നമ്മളെ പറ്റിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ കേട്ടോ. കാരണം നമ്മുടെ മലനട ഉത്സവം തുടങ്ങുകയാണ്. ഇന്നിപ്പം മീൻ 1 ഈ മാസം ആദ്യത്തെ വെള്ളി, അതായത് ഈ വരുന്ന വെള്ളിയാഴ്ച കൊടിയേറി, 2ാമത്തെ വെള്ളി മലനട ഉത്സവം, പിന്നെ 3ാമത്തെ വെള്ളി കൊടിയിറങ്ങും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇനി ഉത്സവത്തിൻ്റെ ദിവസങ്ങളാണ് വരുന്നത്. അപ്പം നമ്മൾ ഉത്സവം ഓണമൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ വീട്ടിൽ സാധനങ്ങൾ ഉണ്ടായാലും എടുക്കും കേട്ടോ. അതൊരു ചടങ്ങ് പോലെ കേട്ടോ. ഓണം, ഉത്സവം അങ്ങനെയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് കുറേശ്ശെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ. വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും വിശന്ന് കുടൽ കരിഞ്ഞായിരുന്നു കേട്ടോ.
അമ്മ കണ്ടപ്പം നമ്മുടെ ചക്കയൊക്കെ എടുത്ത് വരുന്നേ. നമ്മുടെ വീട്ടിലെ ചക്ക വിളഞ്ഞെന്നും കരുതി അമ്മ എടുത്തതാണ്. പക്ഷേ അത് കൊത്തലായിരുന്നു കേട്ടോ. വേവിക്കാൻ പോലും ഒരു രസം തോന്നിയില്ല. ഞാൻ അന്നേരം അമ്മയോട് പറഞ്ഞത് അത് നമുക്ക് എടുക്കണ്ടെന്ന്. പക്ഷെ വിളഞ്ഞത് മണ്ടയ്ക്ക് നിൽപ്പുണ്ട്. പക്ഷേ അത് അടത്താനുള്ള തോട്ടിയോ കയറാനുള്ള ആളോ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ താഴെ നിന്ന് ഒരെണ്ണം അടത്തിയിട്ടതാണ്. അവളുമാർ പിന്നെ വന്നപ്പോഴേ അവളുമാർ ആ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ആ സാധനം എടുത്ത് വെച്ച് അങ്ങ് തീറ്റി തുടങ്ങി കേട്ടോ. എന്തായാലും ഞാൻ വന്നപ്പോഴത്തേക്കിന് അമ്മ മീനൊക്കെ കണ്ടിച്ച് പട്ടികൾക്കൊക്കെ ഉള്ള ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും സമാധാനം. കണ്ടോ ഡ്രസ്സ് പോലും ഊരിയിടാതെ വിശക്കുന്നെന്നും പറഞ്ഞ് അതങ്ങോട്ട് അങ്ങ് തീറ്റി തുടങ്ങി 2 എണ്ണം. ഡ്രസ്സെങ്കിലും അങ്ങ് ഊരി ഇട്ടിട്ടിരിക്കാൻ ഞാൻ ആവുന്ന പറഞ്ഞതാണ്. എന്നിട്ട് വല്ലതും കഴിച്ച് വെച്ചാൽ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് നോക്കാനും പറഞ്ഞതാണ്. എവിടുന്ന ആഷ്മിക്കാണെങ്കിൽ പരീക്ഷയുടെ ഒരു ചൂടുമില്ല. എപ്പോൾ ചോദിച്ചാലും എല്ലാം പഠിച്ചു വെച്ചേക്കും എന്നാണ് പറയുന്നത്. മാർക്കൊക്കെ വരുമ്പോൾ അറിയാം. മാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, അതറിയാം. കൊത്തച്ചക്ക ആണെങ്കിലും അത് വേവിച്ച് തിന്നേ അടങ്ങുള്ളെന്നും പറഞ്ഞ് അമ്മ അത് വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോഴേ അറിയാം വേവിച്ച് കഴിഞ്ഞാൽ രുചിയൊന്നും കാണത്തില്ലെന്ന്. ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി കേട്ടോ. നമുക്കിവിടെ 1-ാം തീയതി എന്നോ 2-ാം തീയതി എന്നോ ഒന്നുമില്ല. നമുക്ക് ഞായറാഴ്ചയായിരുന്നു ഇവിടെ പഴങ്കഞ്ഞി നിർബന്ധം കേട്ടോ. രാവിലെ ഞാൻ ഫ്രിഡ്ജിലായിരുന്നു ചോറ് വെച്ചിരുന്നത്. അപ്പോൾ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് പോയി. അമ്മയോട് ഞാൻ പറഞ്ഞത് വെച്ചുറ്റിയൊന്നും വെക്കല്ലേ, പഴങ്കഞ്ഞി കുടിക്കാനുള്ളതാണെന്ന് കേട്ടോ. അപ്പോൾ രസം ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞാൻ പഴങ്കഞ്ഞി എടുത്ത് കേട്ടോ. പിന്നെ പിള്ളേർക്കൂടെ ഞാൻ നിർബന്ധിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം നല്ല കൊത്തച്ചക്കയൊക്കെ കുക്കറിലിട്ട് വേവിച്ച് കേട്ടോ. ഇച്ചിരി വെള്ളം കൂടിപ്പോയി. കുഴപ്പമില്ലായിരുന്നു. എനിക്ക് പക്ഷേ നല്ല വിളഞ്ഞ ചക്ക വേവിക്കുന്ന ഇഷ്ടം കേട്ടോ. ഞാൻ തൊട്ടുപോലും നോക്കിയില്ല. പിന്നെ മീൻ അങ്ങ് മാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ മാങ്ങ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇതൊരു ഇച്ചിരി മാങ്ങ ഉള്ളായിരുന്നു. പിന്നെ ആ ഇച്ചിരി മാങ്ങയും ഇച്ചിരി വടക്കമ്പുളിയും കൂടി ഇട്ട് ഞാൻ പിന്നെ തേങ്ങ അരച്ച് കൂട്ടാൻ വെച്ചു കേട്ടോ. അങ്ങനെ ഇതാണ്ട് അമ്മയ്ക്കൊക്കെ പിന്നെ ചക്കയും ചീനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി. പിന്നെ ചോറൊന്നും വേണ്ട കേട്ടോ. അത് ഞാൻ കൊള്ളാവോ കൊള്ളത്തില്ല അങ്ങനെയൊന്നുമില്ല. പിള്ളേരെടുത്തതേ ഉള്ളൂ. അവളുമാർ 2 പേരും കഴിച്ചില്ല. ഇച്ചിരി കഴിച്ചു കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഞാൻ പിന്നെ ടേസ്റ്റ് പോലും നോക്കാൻ നിന്നില്ല. ഞാൻ ചോറും മീനും രസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതോടെ കുട്ടി കഴിച്ചതേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കിനും ഒരെണ്ണത്തിന് നോക്കാൻ സമയമില്ല. ഞാൻ ആഷ്മിയോട് കുറേ വിളിക്കുക, എടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, കൊള്ളാവോ എന്തെങ്കിലും ഒന്ന് പറയാൻ. എവിടുന്ന് ആ ടി വിയിൽ നിന്ന് കണ്ണും മാറ്റിയിട്ട് വേണ്ടായോ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട്. എന്തെങ്കിലും കഴിച്ചു പോയി ഇനിയെങ്കിലും ആ പുസ്തകം ഒന്ന് എടുത്ത് വെച്ച് നോക്ക്. നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർത്തെടുത്ത് പോകുന്നത് നല്ലതല്ലയോ. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് അന്ന് പിന്നെ രാവിലെ എഴുന്നേറ്റ് എല്ലാം വായിച്ച് നോക്കിയിട്ടേ പോകത്തുള്ളൂ കേട്ടോ. പിന്നെ ഈ വൈകുന്നേരം ലച്ചുവിനെ ട്യൂഷന് വിട്ടേച്ച് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ വരുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇതാണ്ടോ കുറേ ഫ്രൂട്ട്സ് മാത്രമായിട്ട് എന്ന് വെച്ചാൽ പെരുന്നാളൊക്കെ അവർ നോമ്പ് മുറിക്കാനുള്ള ഐറ്റംസൊക്കെ കേട്ടോ. അതിന് പ്രത്യേകം ഒരു ഇത് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി കുറച്ച് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞ് കയറിയത് കേട്ടോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് മാങ്ങ കണ്ടാണ് കയറിയത് കേട്ടോ. അപ്പോൾ മാങ്ങയ്ക്കൊക്കെ ഭയങ്കര വില. ഞാൻ എന്തായാലും കൊള്ളാവോ എന്തൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 1/2 കിലോ മാങ്ങ കേട്ടോ. പിന്നെ പേരയ്ക്ക ഇരിക്കുന്നുണ്ട് കേട്ടോ. പേരയ്ക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് വെള്ള പേരയ്ക്ക എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ വെള്ളയാണോ ചുവമ്പാന്നോ ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. എന്തായാലും അതും 1/2 കിലോ വാങ്ങി. പിന്നെയും നമ്മുടെ പതിവ് പോലെ പുതിയ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. പുതിയ വീട്ടിൽ നമ്മുടെ വർക്ക് ഏരിയ തേപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം തേച്ച സ്ഥലത്ത് കുറച്ച് വെള്ളം ഒഴിക്കണ്ടേ. അപ്പം രാവിലെ അവർ വന്ന് ഒഴിച്ചായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ ഞാനൊന്നും ഒഴിച്ചായിരുന്നു. അപ്പോൾ ഇത് വൈകുന്നേരം ഒന്നുകൊണ്ട് ഒഴിക്കാമെന്നും കരുതി ഞാനും അമ്മയും ആഷ്മിയും കൂടെ വന്നതാട്ടോ. ലച്ചുവിനിപ്പം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് വിളിക്കാൻ പോകുന്നത്. അപ്പം എന്നിട്ട് ഇവിടെ ഞങ്ങളുടെ കുറച്ച് കരിയാപ്പും കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ ഈ മതിലിൻ്റെ അപ്പുറത്ത് കരിയാപ്പിൻ്റെ എന്താ പൂവോ അതിൻ്റെ ഇത് വന്ന് വീണ് അരി വന്ന് വീണ് കിളിച്ച ഒരിതാണ് കേട്ടോ. നമ്മൾ കൊണ്ട് നട്ടതൊന്നുമല്ല കേട്ടോ. തൊട്ടപ്പുറത്ത് കുറേ കരിയാപ്പുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും കരിയാപ്പില എൻ്റെ ഫേവററ്റ് സാധനമാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ താമസിക്കുന്നിടത്താണെങ്കിൽ അതൊട്ട് കിളിക്കത്തുമില്ല എത്ര വെച്ചാലും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെയും വൈകുന്നേരം ഒക്കെ വന്ന് വെള്ളം ഒഴിക്കാറുണ്ട്. ഇതെങ്കിലും ഒന്ന് നേരെ ചൊവ്വേ കിട്ടണേ എന്നും പറഞ്ഞിട്ട്. ആഷ്മി ഉണ്ടോ? ആഷ്മി ആകെ വെള്ളത്തിലങ്ങ് കുളിക്കുകയാണ് കേട്ടോ. ആ ഓസിൻ്റെ ഇടയ്ക്ക് കൂടെ ചെറുതായിട്ട് പൊട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കൂടെ വെള്ളം ചീറ്റുന്നുണ്ട്. അപ്പോൾ ആ ദേഹം മൊത്തം നനച്ച് വെച്ചിരിക്കുക ആ പെണ്ണ്. എവിടെ ചെന്നാലും ഇത് തന്നെ. ഒരിടത്ത് ഒരു നേരം അടങ്ങി ഒതുങ്ങിയാണ്ട് ആ കാണിക്കുന്നുണ്ടോ ആ വെള്ളത്തിലാണ് ഈ കാണിക്കുന്നത്. വൈകിട്ട് ലച്ചുവിനെ കൊണ്ടുവിടാൻ പോയപ്പം ആഷ്മിക്ക് കടയിൽ നിന്ന് ബെജി വേണമെന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ അടുത്തുള്ളൊരു കടയാണ്. ഇവിടുത്തെ ബെജിയൊക്കെ ഫേമസ് ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ലച്ചുവിനെ വിളിക്കാൻ വരുമ്പോൾ മേടിക്കാമെന്ന്. അങ്ങനെ ലച്ചുവിനെ വിളിക്കാൻ പോയപ്പം മേടിക്കാൻ കയറിയപ്പോഴത്തേക്കിനും അവിടെ എല്ലാം തീർന്നു പോയി കേട്ടോ. ഭയങ്കര തിരക്കുള്ള കടയാണ്. എന്തും പറ്റിയ നേരത്തിലെ നോയമ്പൊക്കെ ഉണ്ടായിരിക്കും. കംപ്ലീറ്റും തീർന്നു കേട്ടോ. അഷ്മിയുടെ മുഖത്തെ സങ്കടം നോക്കി പിന്നീട് ഞാൻ ആ സങ്കടം മാറ്റാനായിട്ട് വീണ്ടും മുട്ടായി മേടിച്ച് കൊടുക്കേണ്ടി വന്നു. രാവിലെ അവൾ എന്തൊക്കെ എടുത്തെന്നുള്ള കാര്യം കണ്ടയാന്നേ. അങ്ങനെ ഇതുണ്ട് വീണ്ടും ഞാൻ കടയിൽ കയറി ആ സങ്കടം മാറ്റാൻ ഒരു മുട്ടായി മേടിച്ച് കൊടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് നാളെ പുട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ് കുറച്ച് പഴവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരും ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.